ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി ഇടുക കേട്ടോ. നമ്മൾ എപ്പോഴും രാവിലെയും രാത്രിയും ബെഡ്ഷീറ്റ് വിരിച്ചിടുന്ന പറയുന്നത്. രാവിലെ എണീറ്റ ഉടനെ എണീക്കണ ആൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ കോടീശ്വരനാവാന്ന് പറയുന്ന ഉസ്താദ്മാരെ വ്യൂ ഒക്കെ അങ്ങനെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്ത് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾ ഇങ്ങനെ വിരിച്ചിടാറുണ്ട്. അതുപോലെ തന്നെ രാത്രി ആയാലും കിടക്കുമ്പോഴും ഒന്ന് കുടഞ്ഞിട്ടൊന്ന് വിരിപ്പൊന്ന് കുടയണം എന്നല്ല പറയാം. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് നീർദോശയും ചിക്കൻ കറിയായിരുന്നു. നീർദോശ എന്ന് പറയുന്നത് മലപ്പുറംകാരുടെ ഫേവറേറ്റാണ്, മെയിനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെയും നല്ല ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ട്. ഞാൻ മുന്നൊക്കെ എപ്പോഴും അതിനെ ഉണ്ടാക്കിയെന്ന്. ഇപ്പോൾ പിന്നെ മുത്ത് വന്ന കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കും. കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ അത് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. പിന്നെ ബാങ്കിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അത് മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൂട്ടോ ഉണക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഉപ്പിൽ നന്നായിട്ടിട്ട് കുറേ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നന്നായിട്ട് ഞാൻ കുറേ മാങ്ങ കഴിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടാകും, അവിടെ ആരുമില്ല, മാങ്ങയൊക്കെ നിലത്ത് വീണ് പോവും. അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ ആർക്കും വേണ്ടാണ്ടായപ്പോൾ മാങ്ങ കുറേ നിൽക്കണം നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇവനെ കൊണ്ട് ഇത് വെളുത്ത് ഇടയിക്കാനായിട്ട് വേണ്ടി വന്നതാണ്. ഇതിൽ മാങ്ങയുടെ അണ്ടി വരെ ഞാൻ എടുക്കൂട്ടോ. കാരണം ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കറിയിലോ ഒക്കെ ഇടാമല്ലോ. കാരണം എപ്പോഴും മാങ്ങ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് നല്ലോണം ഉപ്പിട്ടിട്ട് ഉമ്മ ചീത്താറ് എങ്ങനെ ഉപ്പിട്ട് കഴിക്കരുത് എന്നൊക്കെ പറയും. എന്നാലും എനിക്കെന്താണോ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഉപ്പിലിട്ടതും. പഴുത്തതിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഉണക്കിയതും ഉപ്പിലിട്ടതും ഒക്കെ ഭയങ്കര കാര്യമാണ്. അതുപോലെ പച്ച അങ്ങനെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കില്ല, അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താഴെ കേട്ടോ. അപ്പം ഞാനിന്ന് നിർബന്ധിച്ചിട്ട് എടുത്തോളണം. കാരണം എനിക്കിങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ നിലത്ത് ഇതാക്കാനുള്ള ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. സ്റ്റെപ്പൊക്കെ കയറും കേട്ടോ. അപ്പം ഞാൻ തന്നെ അവൻ്റെ കൂടെ കയറിയിട്ടൊക്കെ കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇതാക്കാനൊക്കെ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവനെ വിളിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ അതൊക്കെ മേലെ ഇട്ടിട്ട് താഴത്തേക്ക് വരട്ടെ. അപ്പോൾ മുത്തുനുണ്ണി റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോഴത്തേനും അവർ മോനോടി താഴത്തുനിന്ന് വീണ്ടും കളിക്കാനിരിക്കുക അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ചാവക്കാടെത്തി. പിന്നെ ബാങ്കിലൊക്കെ പോകേണ്ടതാണ്. പിന്നെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പച്ചക്കറി കടയിൽ ഇതെന്തോ VKG അങ്ങനെന്താണൊരു ഷോപ്പാട്ട പേര്. നല്ല വില കുറവ് ഉണ്ട് അവിടെ. കമ്പാരിറ്റീവ്ലി ചാവക്കാട് മറ്റേ ഷോപ്പിനേക്കാളൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ എടുത്തിട്ട് തന്നെ തൂക്കുന്നത്. ഞാൻ 2 പ്രാവശ്യമായി അവിടെ അങ്ങനെ പോണ്. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ദൂരമായ കാരണം, മുന്നേയൊക്കെ ചാവക്കാട് തന്നെയുള്ള ആ ഭാഗത്ത് തന്നെ ആയ കാരണം എപ്പോഴും അവിടെ നിന്നൊക്കെ തന്നെ മേടിക്കുക. ഇപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും പോകാറില്ല, പെരുമ്പിലാകൊന്നും അവിടെ നിന്ന് മേടിക്കാന്നല്ലാണ്ട്. ഇങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ മാത്രമേ അവിടെ കയറാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഞാൻ ഇവിടെ നിന്ന് വാങ്ങാറുള്ള ഷോപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തിനെ കൊണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഇവിടെ എടുത്ത് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വെക്കണം. അവർ ഇത്രയെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അവർ ചിലപ്പം അവരെ അങ്ങനെ തന്നെ ഇടും. ചിലപ്പോൾ ഒന്ന് വെയിറ്റ് നോക്കി നോക്കും. ആളധികം ഇല്ല തോന്നുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നല്ല ഫ്രഷ് മല്ലിയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ വാങ്ങി. കാരണം നമുക്കത്ര മല്ലിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കാണുമ്പോൾ ഇങ്ങനെ ഫ്രഷ്നെസ് കാണുമ്പോൾ മല്ലിയിലും വേപ്പിലൊക്കെ ഭയങ്കര ക്രേസ് കാണുമ്പോൾ എനിക്കിങ്ങനെ എടുക്കാൻ തോന്നും. പിന്നെ വേപ്പല്ലാണ്ട് ഞാനൊരു കറി ഉണ്ടാക്കില്ല, അത്ര ഇഷ്ടമൊക്കെ വേപ്പില. അപ്പം അങ്ങനെ അതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ആൾക്കാർ തന്നെ അവരുടെ വെയിറ്റ് നോക്കുക കേട്ടോ. വെയിറ്റ് നോക്കിയാൽ പിന്നെ അവർ പ്രൈസ് ഇതാക്കിയിട്ട് അവർ കൂട്ടിത്തരും. അപ്പോൾ അതങ്ങനെയൊക്കെ മേടിച്ചിട്ട് പോകുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള ഇത് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ പൂച്ചയാണ്. അത് ഞങ്ങളോട് ഭയങ്കര കാര്യം കേട്ടോ. അതിന് ഭയങ്കര അധികാരമാണ്. നല്ല പൂച്ച കേട്ടോ. അകത്തൊന്ന് കയറിയിട്ട് ഒന്നും തട്ടിമറിക്കുക ശല്യം ചെയ്യുകയൊന്നും ചെയ്യില്ല, പാവമാണ്. അതിന് ഒരാളെയും ഇങ്ങോട്ട് കയറ്റില്ല. അതൊന്നും റെഡി കാട്ടണോ? അതിന് ചോട്ടിക്ക് താഴെ അതല്ല മാളോണ്ട് വന്നോട്ടടി, പാവല്ലേ. എൻ്റെ ദേഷ്യം വരുന്നുണ്ട്.
ഇതേ ഇരുത്ത നാളെ ഇരുത്തി ഇവിടെ എനിക്ക് കയറ്റിയില്ല. മാളു ഇരുന്നവിടെ അതിനെന്താ പറയുക, അതിന് ഇങ്ങോട്ടും കയറ്റില്ല അവരോടൊപ്പം കയറ്റില്ല. അതിന് വിളിക്കണേ മാലുണ്ട് വാലുണ്ടൊക്കെ മാലുണ്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്ത് പിന്നെ ഞങ്ങൾ പാസ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തുവിൻ്റെ. അത് ഞങ്ങളൊന്ന് റിന്യൂ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാസ്പോർട്ടൊന്നും ഓപ്പൺ ചെയ്യേണ്ട ഒരു വീഡിയോ ഒന്നും വേണ്ട, പക്ഷെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ എന്താ പറയുക, ഇപ്പോൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്പൗസ് നെയിമിൽ മുന്നേ ബ്ലാങ്ക് ആയിട്ട് കിടക്കായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലല്ല. കാരണം ഒരാളുടെ പാസ്പോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളുടെ പേര് എന്നുള്ളതിൽ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ ഒരു ഇതായപ്പോൾ ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് തൽക്കാലമായിരുന്നു ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇവരെ എന്താ നരിപ്പറമ്പ് ആണെന്താണ്ട് പോസ്റ്റ് ഓഫീസ്, എന്നിട്ട് പിന്നെ മാറ്റിയിട്ട് വേറെ ഏതോ സ്ഥലത്തേക്കാണെന്നും പറഞ്ഞ് തിരിച്ച് വിട്ട് അങ്ങനെ 2 ദിവസം അത് ലേറ്റായിട്ടാണ്. ഇപ്പോൾ ഇതേ കണ്ട എൻ്റെ പേര് അതിൽ വന്നപ്പോൾ എന്തോ പോലെ മറ്റേ സ്പൗസ് നെയിം ബ്ലാങ്ക് ആയിട്ടല്ല കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ പേരും സർനെയിമൊക്കെ ആഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ കൂർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി കൂർക്ക കഴിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഞാൻ എറണാകുളത്തുള്ളപ്പോൾ കൂർക്ക ഫ്രഷായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ ആയിട്ട് പാക്കിലൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും നാട്ടിൽ പോയിട്ട് വേണം കൂർക്ക വാങ്ങിച്ച് കഴിക്കാൻ. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ അവിടെ പെരുമ്പിലാവിലും കുന്നോളത്തൊക്കെ എല്ലാ ഷോപ്പിലും പോയി നോക്കിയിട്ടോ എനിക്ക് കൂർക്ക കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചാവക്കാട് പോയപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ കൂർക്ക നന്നാക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ മൊത്തം നന്നാക്കി എടുക്കട്ടെ, കാരണം അത് എപ്പോഴും കയ്യുമ്പോൾ കറായിട്ട് കൈ ഒരു വൃത്തികേടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് തന്നെ അത് നന്നാക്കി എടുത്തിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക, ബാക്കി ചെയ്യാമെന്ന് വെച്ചോട്ടാ. അപ്പോൾ രാത്രികൾക്ക് ഇന്ന് നെയ്ച്ചോറും ചിക്കനൊക്കെ ആക്കാമെന്ന് കരുതിയിട്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറച്ച് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാത്രിക്കത്തെ ഫുഡാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ രസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂർക്കയും ചിലർ ചിക്കൻ കറി വെക്കണതിൽ കൂർക്ക ഇടും തോന്നുന്നുണ്ട്. കൂർക്കയും ചിക്കനും ഒരു കോമ്പിനേഷൻ പറയുന്നത് കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാറില്ല കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടമല്ല ചിക്കൻ കറിയിൽ ഉരുളങ്കിഴങ്ങൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. ഇടയ്ക്ക് ഇവിടെ മൊത്തം നിർബന്ധിക്കുമ്പോൾ മാത്രം ഉരുളങ്കിഴങ്ങൊന്നും ഇടുക. അപ്പോൾ അത് അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചാറുണ്ട്, രസമുണ്ട്, പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം കൂർക്കയുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ രാത്രി ഇരുന്ന് കഴിക്കണം. അപ്പം മൂത്ത് എനിക്ക് ചോറ് ആകുമ്പോൾ നിറയാണ്ട് വേണമെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ വിളമ്പിയിട്ട് കഴിക്കണേ ഇഷ്ടമല്ല കേട്ടോ. കുറേശ്ശെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതെന്താ എനിക്ക് ഇത്ര ഞാൻ എന്താ ഭീമനാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ചാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇടുക. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടൽ പോലെ. അതുപോലെ ഈ സെൻട്രലിൽ കറി ഒഴിക്കില്ലേ, അതൊക്കെ മുത്തുവിന് ഭയങ്കര, ഓരോരുത്തർക്കും ഓരോ രീതിയല്ല ഭക്ഷണം കഴിക്കുന്ന രീതി. സെൻട്രലിൽ കറി കഴിക്കണത് എനിക്ക് അതും വലിയ ഇഷ്ടമില്ല. എനിക്ക് സൈഡിൽ ഇങ്ങനെ കറി ഒഴിച്ചിട്ട് എടുത്തിങ്ങനെ കഴിക്കണം. അപ്പോൾ അത് മറ്റുള്ളവർ അങ്ങനെ കഴിക്കുന്നത് കാണുമ്പോഴും എനിക്ക് എന്തോ പോലെ. അതുപോലെ തന്നെ ഈ പഴം ചോറും കുഴക്കുന്നത് കാണുമ്പോഴും എനിക്കൊരു ഇറിറ്റേഷനാണ്. ഞാനപ്പോൾ അവിടുന്ന് വേഗം മാറിപ്പോയിട്ട്. അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് ഭക്ഷണം കഴിക്കുന്ന രീതി. എനിക്ക് അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വീണ്ടും കുറേശ്ശായിട്ട് കറി വിളമ്പിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ ചിക്കൻ കറിയും കൂർക്കയും. ഇനി എനിക്കിഷ്ടമുള്ളതെന്ന് അറിയില്ല. ഞാൻ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഒരു കോംബോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.